നോക്കണേ, അങ്ങോട്ട് ചെരിഞ്ഞു പോകാൻ പാടില്ല. നമസ്തേ, എന്താ പേര്? എൻ്റെ പേര് കൃഷ്ണകിഷോർ. എവിടെ സ്ഥലം? എൻ്റെ ഇല്ല പേര് വാമല്ലൂർ. വാമല്ലൂരില്ല. ഞാൻ അഞ്ചൂന്ന് പാലുകുന്ന്. നമ്മളെ പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മേൽശാന്തിൻ്റെ അച്ഛനാണ് അല്ലേ? പേര് പറഞ്ഞോളൂ. അച്ഛൻ്റെ പേര് ദാമോദരൻ. അവിടെയാണ്. അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ ഞാൻ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഇവിടെയുള്ള കുറച്ച് അമ്മമാരും കണ്ടിട്ട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങൾ 9 ക്ഷേത്രങ്ങളെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇത് അതിൽ പെടുന്നതാണോ? അല്ല, ഇത് ഞങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്ന് വിളിച്ച്. ഇവിടെ എന്താണെന്ന് എങ്ങനെയാണെന്ന് ഇതിനെ പറ്റി? ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇവരെ സങ്കല്പം. ഇവരെ ഈ കോളനീൻ്റെ ഇതിലേറ്റാണ് ഇവർ വന്നത്. ഇവിടെ ഇപ്പോൾ ഏത് സമുദായം ഇത് വരിക? പണിയ വിഭാഗം. പണിയ വിഭാഗത്തിൽ അല്ലേ? അടി വിഭാഗം അല്ലേ? അടി വിഭാഗം. പിന്നെ എങ്ങനെയാണ് ഈ വിഗ്രഹം എങ്ങനെ കിട്ടി? എന്താന്ന്? എങ്ങനെ വിഗ്രഹം ഇവർക്ക് പുഴയ വിഗ്രഹം പണിസേറ്റിന് കിട്ടിയ അല്ലേ? ഇവിടുന്ന് പുഴയെന്ന് കിട്ടീനി? അല്ല, ഞാൻ കെട്ടുപണിക്കാൻ. അപ്പോൾ എൻ്റെ മരുമാനാണ് ശിവൻ. അപ്പോൾ ഞാൻ അവിടെ കെട്ടുപണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡ് കെട്ടുമ്പോൾ ഭാരം മാന്തിയ സമയത്ത് കിട്ടിയതാണ്. അതിന് ചൈതന്യവും ശക്തിയുണ്ട്. അല്ലെങ്കിൽ വാരണാസിനെ നമ്മളിവിടെ വന്നിട്ട് നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അത്രയും പുണ്യകർമ്മങ്ങൾ ചെയ്ത, അത്രയും ഉന്നത കുലജാതികളായിരിക്കുന്ന, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു അച്ഛൻ്റെ മോനായത്. കാരണം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ആൾ വന്നിട്ട് ഇവിടെ ചെയ്യുക, നമ്മളതിലെത്തിപ്പെടുക അല്ലേ? അതൊരു ചില്ലറ കാര്യമല്ല, മഹാഭാഗ്യമാണ്. അപ്പോൾ നല്ലൊരാളെ കൊണ്ടാണ് നിങ്ങളിപ്പം പ്രതിഷ്ഠയും ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ മനസ്സിലായാൽ ഇനി നല്ലോണം കൊണ്ടു നടക്കണം. നല്ല കുട്ടിയായിട്ട് നല്ല ഇതിൽ കൊണ്ടു നടക്കുക, ആത്മാർത്ഥമായി വിളക്ക് എത്തിക്കുക അല്ലേ? അല്ലെങ്കിൽ അത് ഇവർക്കും കൂടി ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മുടക്കം കൂടാതെ ചെയ്യണം. എല്ലാം രാധാകൃഷ്ണൻ തന്നെ എടുത്തിച്ചു തരും. ഒന്നിനും പിന്നാലെ പോയണ്ട. അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന നമ്മളൊന്നും നിങ്ങളെ ഇതിൽ പങ്കുചേരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞ 9 ക്ഷേത്രങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നോക്കുമ്പോൾ ഒക്കെ എല്ലാം ഓരോ സ്ഥലത്ത് സമയം കഴിഞ്ഞു പോയില്ലേ? അതെ, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതെ, അത് നമുക്ക് ബാക്കിയുള്ള വിശദമായിട്ട് നമ്പർ വാങ്ങിയിട്ടുണ്ട്. ആ ക്ഷേത്രമായിട്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ശിവൻ അല്ലേ? അപ്പം ഏതെല്ലാം ദിവസം ജനങ്ങളിവിടെ വരാൻ പറ്റും ശിവ? അല്ലേ? അപ്പോൾ വ്യാഴാഴ്ചയാണ് ഇവർ ഉദ്ദേശിച്ചത്. വ്യാഴാഴ്ച ഗുരുവാർ അല്ലേ? നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും നല്ലത്. അന്ന് വൈകുന്നേരമാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇവർക്ക് സൗകര്യത്തിനനുസരിച്ചാണല്ലോ. അതെ. നമ്മളെ തന്ത്രി പൂജ ആയിട്ടുള്ള കൊല്ലത്തിൽ മകരം 22-ാം തീയതിയാണ് ഈ സമയത്ത് വരിക അല്ലേ? ഇതേ ദിവസം മകരം 22-ആയിട്ട് വരിക അല്ലേ? ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠ നടന്നത് ഇപ്പോൾ കൃഷ്ണനും ജാതിയായിട്ടാണ് അല്ലേ? ഒരു ശിലയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇനി ഇത് പിന്നീട് അമ്പലമാക്കാൻ പറ്റുമോ? ശിവ ഭാവിയിൽ അമ്പലമാക്കുന്നത് നിങ്ങൾ അമ്പലമാക്കും അല്ലേ? എല്ലാം ആയി വരട്ടെ. ദൈവം അതിന് സാധിച്ചിട്ട് സൗകര്യമുണ്ട് അതിന് ജനങ്ങളെ സഹായവും ആവശ്യമാണ് അല്ലേ? അപ്പോൾ അതിനുള്ള കല്ലായാലും പുയ്യായാലും അതിന് മറ്റുള്ള മണലായാലും ജനങ്ങൾ ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അതെ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ ഒരു വലിയൊരു സാധനം ഇവിടെ കിട്ടി. അപ്പോൾ അത് അവർ യഥാർത്ഥ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചു. ശിവൻ ഈ വഴി ഒരുക്കി കൊടുത്തു അല്ലേ? അപ്പോൾ പിന്നിൽ ഞങ്ങൾ പ്രവർത്തിക്കും. വ്യാഴാഴ്ച ദിവസം ഭക്ഷണം ഒന്നും കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് ശിവ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ചായയും കാപ്പിയായിട്ടെല്ലാം അങ്ങനെ കൊടുത്താൽ മതി അല്ലേ ഫസ്റ്റ് ടൈം? അങ്ങനെ പ്രശ്നം ആവും അല്ലേ? പിന്നെ അല്ല, ജനങ്ങളെത്തി വരുമ്പോൾ ദൂരത്താലും മരുന്ന് കൂട്ടാങ്കല്ലേ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ തൊഴാൻ വരുന്ന കൂട്ടറെ നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴിയും ഇല്ലാതെ മെയിൻ പ്രശ്നം അല്ലേ? ഇവിടെ കയറി വരാനുള്ള ഒരു വഴീൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെ. എന്തായാലും അച്ഛനും മോനും ഒരു ദിവസം തന്നെ കാണാൻ സാധിച്ച സന്തോഷം. എന്നാൽ അച്ഛനോട് പറഞ്ഞേക്കെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, ഇതാ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി. ഇവിടെ വേറെ ഒന്നും നമുക്ക് സംസാരിക്കാനില്ലല്ലോ? അവിടെ പിന്നെ ഗുളികയുണ്ട് മരത്തിന് ചോട്ടിലല്ലേ? ഇവർ ഇതിൽപ്പെട്ടതല്ലേ? ഇപ്പം പടി കുത്തിപ്പോയതാ? ഓമ അറിയാതെ പോയി എടുത്തിനിയേ? അതെ.
അപ്പുറത്ത് തോന്നാം അല്ലേ? ഈ സൈഡിലല്ലേ? ആ ആ ഇവിടെ ഗുളികനാണ് സ്ഥാനമായിട്ട്. ഇത് ആദ്യമേ ഉള്ളല്ലേ? ആ വാങ്ങ വാങ്ങ. ഏത് മുഹൂർത്തത്തില്ല മോനെ ഇത്? ഇത് രാവിലെ 11-നും 12-നും ഉള്ളിലാണ് നമ്മൾ ചെയ്തത് അല്ലേ? യാഥാസ്ഥികമായിട്ടാണ് ഇന്ന് എന്നെ വിളിച്ചത്. തന്നെ രാവിലെ വന്ന് ഏൽപ്പിച്ചാണ്. എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഏൽപ്പിച്ച ആള് ഇവിടെ പോയി എന്നാ പറഞ്ഞത് തന്നെ. അപ്പം അച്ഛൻ ഇവര് ശരിക്കും മുഹൂർത്തം നോക്കിയത് രാവിലെ 9-ന്റെയും 10-ന്റെയും ഇടയിലായിരുന്നു പറഞ്ഞതല്ലേ? എന്നെ ഏൽപ്പിക്കാൻ വന്നത് 9:00 ആ ചെറിയ സമയം കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ വേഗം വന്നു ചെയ്തു. അന്ന് അവർക്ക് അപ്പത്തേക്ക് ഞാൻ ലിസ്റ്റ് കൊടുത്തു വേഗം. പക്ഷെ എന്തായാലും ആ ഒരു ചൈതന്യം ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? അല്ലെങ്കിൽ മുഹൂർത്തം പിന്നെ നമ്മള് ഇതാക്കിയില്ല, നല്ലൊരു സമയം നോക്കി ചെയ്തു. ദിവസം മാറുമല്ലോ, 12 മണിക്ക് നമ്മള് പ്രതിഷ്ഠ വെച്ചു. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? എന്തായാലും ഒരു കൂടി പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് കൃഷ്ണകൃഷ്ണൻ, മാമലിന്റെ പേര്. ഇല്ല, നല്ല നമസ്കാരം. നമുക്ക് കാണാം. നമ്മളത് ചാനലിൻ്റെ പേര് പുണ്യയാത്ര എന്നാണ് കേട്ടോ. യൂട്യൂബിൽ അടിച്ചു, ഫേസ്ബുക്കിലെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ആ എന്താ പേര്? മനോജ് അല്ലേ? എവിടെയാ സ്ഥലം? അഞ്ചു തന്നെ അല്ലേ? ആ നിങ്ങളെ 9 ക്ഷേത്രത്തിൻ്റെ ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടി എന്താ വഴി? അച്ഛൻ തരാന്ന് പറഞ്ഞു. ലിസ്റ്റ് അതെ, അത് തന്നാൽ മതി. എനിക്ക് പുൽപ്പള്ളി ഉണ്ട്, അതെ പടമലയുണ്ട്, പടമലയുണ്ട്, പിന്നെ പാമരക്കുടി ഉണ്ട്, പുൽപ്പള്ളിന്റെ രണ്ടെണ്ണമുണ്ട്, പിന്നെ ഇവിടെ വാടിയൂർ ഭഗവതി ഉണ്ട്. വാടിയുണ്ട് അല്ലേ? ഈ വരുന്ന വഴിക്കില്ല? മുകളിലോട്ട് മേലോട്ടല്ല, ഇപ്പുറത്ത് വേറെ ഉണ്ടല്ലേ? വാടിയൂർ ഭഗവതി. അതും തേടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പടിഞ്ഞാറ് തറയുണ്ട് അല്ലേ? എന്തായാലും നിങ്ങൾ നിങ്ങളെ നമ്പർ തന്നായി, ഞാൻ ചോദിച്ചു പോയിക്കോളാം കേട്ടോ. ശരി.